ചട്ടങ്ങളുടെ ഓരോ പിടിവാശികൾ കാരണമാണ്. അല്ലാതെ ഒരു കൊല്ലം തികച്ചില്ലാത്ത ഒരു നിയമസഭയിലേക്ക് ഒരു MLA തിരഞ്ഞെടുക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? 4 കൊല്ലം കൊണ്ട് നടക്കാത്ത എന്ത് മാജിക്കാണ് ഈ വരുന്ന ഏതാനും മാസങ്ങൾ കൊണ്ട് അരുവിക്കരയിൽ നടക്കാൻ പോകുന്നത്? പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ചിട്ടകൾ പാലിക്കപ്പെടണം. അതുപോലെ ചില ചിട്ടകളുടെ ഭാഗമായി തിരുവാതിരവായും ആരംഭിക്കുന്നു. സ്വാഗതം. അരുവിക്കര തെരഞ്ഞെടുപ്പ് ഒരു സഹതാപത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ജി കാർത്തികേയന്റെ പേരിലുള്ള സഹതാപമാണ് UDFന്റെ ലക്ഷ്യം. 4 കൊല്ലമായി മത്സരിച്ച തെരഞ്ഞെടുപ്പിലെല്ലാം തോറ്റതിന്റെ സഹതാപം പറഞ്ഞാണ് LDF രംഗത്ത് വരുന്നത്. പക്ഷേ BJP ആണ് യഥാർത്ഥത്തിൽ സഹതാപ തരംഗം ഉയർത്താൻ ശ്രമിക്കുന്നത്. നാട്ടിൽ നടക്കുന്ന സകല തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടും ഒന്നിൽ പോലും വിജയിക്കാനാകാത്ത O രാജഗോപാലിന് അനുകൂലമായി സഹതാപ തരംഗം ഉണ്ടാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അരുവിക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥിയായി ശ്രീ KS ശബരിനാഥനെ പാർട്ടി നിയോഗിക്കുകയാണ്. അരുവിക്കര അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ സഖാവ് M. വിജയകുമാറിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുകയാണ്. മാവേലിക്കു ശേഷം നീയുള്ളോരോ മാളോരെയും തോന്നിപ്പിച്ചാൽ നീയേ നേതാവ്. വായിൽ തോന്നും പോലെ വാഗ്ദാനങ്ങൾ നൽകി മായാജാലം കാട്ടുന്നോനാണെന്നും ജേതാവ്. വേരുപിടിച്ചവരെല്ലാരും നേരുമറച്ചവരാണല്ലോ. വോട്ടേറിയാൽ സീറ്റേറിയാൽ സ്വന്തം കാര്യം സിന്ദാബാദ്. ജി കാർത്തികേയൻ ചെയ്ത കാര്യങ്ങളെ കേശവനാഥൻ ചെയ്യത്തുള്ളൂ. ജി കാർത്തികേയൻ പ്രതിദാനം ചെയ്ത രാഷ്ട്രീയമേ കേശവനാഥൻ ചെയ്യത്തുള്ളൂ. അച്ഛൻ വോട്ടിൻ്റെ കൊടിയുടെ നിറം നോക്കിയാൽ ആൾക്കാരെ സ്നേഹിച്ചത് അതേ ഒരു ഫിലോസഫിയാണ് എൻ്റെതും. ശേഷം നീയുള്ളോരോ മാളോരെയും തോന്നിപ്പിച്ചാൽ നീയേ നേതാവ്. പൊക്കിൾക്കൊടി ബന്ധമാണ് എനിക്ക്. എൻ്റെ ജന്മസ്ഥലമാണ്, ഞാൻ പിറന്നു വീണ സ്ഥലമാണ്, ഞാൻ വളർന്ന സ്ഥലമാണ്, ഞാൻ കളിച്ചു നടന്ന സ്ഥലമാണ്, ഞാൻ പഠിച്ച സ്ഥലമാണ്. കുക്ഷി നിറയ്ക്കാൻ പറ്റിയ കക്ഷി പിടിക്കാം, തനിക്കു തണലിനൊരു കൊടി പിടിക്കാം. വോട്ടു പിടിക്കാൻ ചിരിയുടെ കൂട്ടു പിടിക്കാം, ചിരിച്ചു ചിരിച്ചു പിന്നെ കഴുത്തറക്കാം. 4-5 പുത്തൻ കിട്ടാൻ പഞ്ചത്തിൽ എന്തും ചെയ്യാം. രാഷ്ട്രത്തെയും പൂശും രാഷ്ട്രീയക്കാരാ പിന്നെ കുതിച്ചു കുതിച്ചു പറക്കും നേരം. ചത്തുകിടക്കണ കാരണോരെ ചെന്ന് പുകഴ്ത്തണമാവോളം. നിക്കാഹിനും പൗത്തീസിനും ആളാകുവാൻ നീ പോണം. സർക്കാർ ജോലികളിലൊക്കെയുള്ള ആശ്രിത നിയമനം എന്ന തത്വം അനുസരിച്ചാണ് UDF അവരുടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. ഒരു MLA ടേം തീരും മുമ്പ് അന്തരിച്ചാൽ മണ്ഡലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സ്വന്തം കുടുംബക്കാർക്ക് മാത്രമേ പൂർത്തീകരിക്കാൻ കഴിയൂ എന്നതാണ് ആ പാർട്ടിയുടെ കണ്ടെത്തൽ. നിര്യാതനായ MLAയുടെ ഭാര്യയ്ക്കായിരുന്നു ആദ്യം സ്ഥാനാർത്ഥി പദവി നൽകിയത്. അവർ നിരസിച്ചപ്പോൾ മകന് ലഭിച്ചു. മകനും നിരസിച്ചിരുന്നെങ്കിൽ വീട്ടിലെ തോട്ടക്കാരൻ, അടുക്കളക്കാരി, ഡ്രൈവർ എന്നിവരിലേക്ക് അവസരം നീണ്ടേനെ. ഇവിടെ ഏതായാലും അതുണ്ടായില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള യോഗ്യതകളൊക്കെ ഉണ്ട്, എങ്ങനെയെങ്കിലും ഇതൊന്ന് നടത്തി തരണം. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് അതീവ താല്പര്യം ശബരിനാഥൻ പ്രകടിപ്പിച്ചിരുന്നു. ജോലി സംബന്ധമായി പുറത്തായിരുന്നു. യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത ഒരാളെ ബാക്കിയുള്ളവരോട് ഞങ്ങൾ എന്ത് സമാധാനം പറയും? ശ്രീ രാഹുൽ ഗാന്ധിയുമായുള്ള ആശയവിനിമയ സന്ദർഭത്തിലും മകൻ ശബരിനാഥിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തെക്കുറിച്ച് കാർത്തികേയൻ സൂചിപ്പിച്ചതായിട്ട് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയത്തിലിറങ്ങാൻ യോഗ്യതയുണ്ടെന്ന് പറഞ്ഞതപ്പോൾ കറക്റ്റാ. വിദ്യാർത്ഥിയായിരിക്കെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി കോളേജ് കൗൺസിൽ മത്സരിച്ച്. പക്ഷേ രാഷ്ട്രീയത്തിലിറങ്ങാൻ ഇത് മാത്രം പോരാ. കുറച്ച് ഇന്ത്യാ ചരിത്രം, കുറച്ച് നമ്മുടെ പാർട്ടിയുടെ ചരിത്രം, സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇതൊക്കെ ഒന്ന് പഠിക്കണം. എവിടെയെങ്കിലും ചെന്ന് 4 വർത്താനം പറയുമ്പോൾ മാറാൻ പാടില്ലല്ലോ. കോൺഗ്രസ് സർക്കാരുണ്ട്, BJP സർക്കാരുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്. അവരുടെ കൂടെ വളരെ സീനിയർ ലെവലിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ അവബോധമുണ്ട്, രാഷ്ട്രീയം നന്നായിട്ട് അറിയാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ കൂപ്പുകൈ. പ്രവർത്തിച്ചിട്ടുമുണ്ട്. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ KSUവിൻ്റെയും നമ്മളോട് ഒരു ഇടതുപക്ഷത്തിനെതിരെ ഒരു VOC എന്നൊരു കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫൗണ്ടിങ് പ്രസിഡന്റാണ്. പിന്നെ MBAക്ക് പഠിച്ചപ്പോൾ അവിടെ രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് പക്ഷേ അവിടെ സ്റ്റുഡൻറ് കൗൺസിൽ മെമ്പറായിരുന്നു. പഴയ വിക്രമാദിത്യ രാജാവും വേഷം മാറി, ഭാഷ മാറി, ജനങ്ങളിൽ ഒരുവനായി നടന്നു. അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാനും.
പക്ഷേ അത് ആരവങ്ങളില്ലാതെ നമ്മുടെ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് എൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി. അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അഭിനയിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഞാൻ അസലായിട്ട് പഠിച്ചു. അവയ്ക്കെല്ലാം പരിഹാരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു. ആരോടും പറയാതെ ഒരില പോലും അനങ്ങാതെ ഞാൻ രണ്ട് വർഷമായിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ശ്രീ രത്തൻ ടാറ്റയുടെ ടീമിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ ഒരു എക്സ്റ്റൻഡ് ഓഫീസ് ഉണ്ട് ഈ വലിയ സർക്കാർ പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ. അതിലൊരു ഭാഗമാണ് ഞാൻ. സീറ്റ് കൊടുക്കാം. ഇലക്ഷനിൽ നമ്മുടെ കക്ഷി ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിലെനിക്ക് ടെൻഷനില്ല. ആശ്രിത നിയമനം കോൺഗ്രസിന്റെ പതിറ്റാണ്ടുകളായ നാട്ടുനടപ്പാണ്. അതുകൊണ്ട് അത് ചോദ്യം ചെയ്യാൻ പാടില്ലെന്നാണ് നിയമം. അരുവിക്കരയിലെ കാര്യമാണ് ബഹുരസം. രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയെ ചോദ്യം ചെയ്ത കാർത്തികേയന്റെ കുടുംബത്തിന് നേരെ തന്നെ കോൺഗ്രസ് അതെടുത്ത് പ്രയോഗിച്ചു. ബാർ പൂട്ടിച്ചതിന് സമ്മാനമായി VM സുധീരന് ഒരു ഫുള്ള് വാങ്ങിക്കൊടുത്താൽ എങ്ങനെയിരിക്കും? അതുപോലെ ആയിപ്പോയി ഇത്. ഇപ്പോൾ ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള UDF അനുകൂലികളായ ആളുകളുടെ ഭാഗത്തു തന്നെയല്ല, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുടെ ഇടയിൽ പോലും ഒരു നല്ല ഇമ്പാക്റ്റ് അതിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇത് അരുവിക്കരയിലെ നിയോജകമണ്ഡലമല്ലേ ഉള്ളേ, ഇത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് അല്ലല്ലോ. എന്ന് വെച്ചാൽ KSU കോളേജ് തെരഞ്ഞെടുപ്പിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന്. ഇതേ സുധീരനും KSUവിന്റെ അധ്യക്ഷനായിരുന്നു. അന്ന് സുധീരനേക്കാളും വലിയ സുധീരന്മാർ KPCCയുടെ ഉയരങ്ങളിൽ ഉണ്ടായിരുന്നു. അവർ VM സുധീരനേക്കാൾ നല്ലവരായതുകൊണ്ടാകണം ഇത്തരമൊരു ഡയലോഗ് പറഞ്ഞിരുന്നില്ല. ഇന്നത്തെ ജോയ് അന്നത്തെ സുധീരനേക്കാൾ മാന്യനായതുകൊണ്ടാകണം, അല്ലെങ്കിൽ പേടിത്തൊണ്ടനായതുകൊണ്ടാകണം കൂടുതലൊന്നും പറഞ്ഞതുമില്ല. ഇല്ലെങ്കിലും ന്യൂ ജനറേഷൻ കോൺഗ്രസ്സുകാരെല്ലാം തൊട്ടാവാടികളാണ്. അരുവിക്കരയിലെ സ്ഥാനാർത്ഥി തന്നെ കണ്ണീരൊഴിഞ്ഞിട്ട് വോട്ട് ചോദിക്കാം എന്ന് കരുതിയിരിക്കുകയാണ്. എനിക്കിവിടെ KPC ഓഫീസ് വരുമ്പോൾ ഒരു വ്യക്തിപരമായ ഒരു വിഷമമുള്ളത്, പണ്ട് ഇവിടെ ഒരു ചെറിയ ഓടിട്ട കെട്ടിടം ഉണ്ടായിരുന്നു അപ്പുറത്ത്, അതായിരുന്നു അച്ഛൻ്റെ ഓഫീസ്. ഇല്ല പറഞ്ഞു വന്നു. അതെ, അത് അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ഒരു വെല്ലുവിളിയാണ്. കാരണം അച്ഛൻ പല ആൾക്കാർക്കും പല ഇതായിരുന്നു അച്ഛനേക്ക്. മണ്ഡലത്തിലെ ആൾക്കാർക്കൊരു ചേട്ടനെ പോലെ, അവിടുത്തെ സ്ത്രീകൾക്കൊരു ചേട്ടനെ പോലെ, ഒരു അവിടുത്തെ വോട്ടർമാർക്ക്, യുവാക്കൾക്ക് എല്ലാവർക്കും അച്ഛനൊരു പ്രേരണയായിരുന്നു. സുധീരനങ്ങളിലേക്ക് അച്ഛനൊരു നല്ല കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ആ ഒരിത് ജനറ്റിക്കായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും അത് അച്ഛൻ്റെ ആ ഒരു വലിയൊരു വടവൃക്ഷമായി അച്ഛൻ നിൽക്കുന്ന, അച്ഛൻ്റെ തടലിൽ നിൽക്കുന്നൊരു ചെറിയ വൃക്ഷമായിട്ട് അവിടെ അരുവിക്കരയിൽ പോയി പിന്നെ അവിടെ നിന്ന് വളരാമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ നാട്ടുകാരുടെ സ്നേഹമുണ്ട്. പിന്നെ എല്ലാത്തിനും മുകളിൽ അച്ഛൻ ഇവിടെ നിന്നെല്ലാം കാണുന്നു. രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ വിലയിരുത്താൻ പോകുന്നത്, വികാര പ്രകടനങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വേറെ വിഷയമാണ്. കോൺഗ്രസ്സുകാർ ഇങ്ങനെയൊക്കെ എതിർപക്ഷത്തെ സഹായിക്കാൻ നിൽക്കുമ്പോൾ CPMകാരും തിരിച്ചെന്തെങ്കിലും വേണമല്ലോ. അവർ അവരുടെ പോസ്റ്റർ ബോയ് VS അച്യുതാനന്ദനെ ആദ്യ 11-ൽ നിന്ന് വെട്ടി. അതൊരു തന്ത്രമാണ്. VS ഇറങ്ങിയാൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഷൈൻ ചെയ്യും. PB കമ്മീഷൻ അച്ചടക്ക പ്രശ്നത്തിന്റെ കേസെടുക്കുമ്പോൾ VSന്റെ ഫാൻസ് പറയും അരുവിക്കരയിൽ പാർട്ടിക്ക് വേണ്ടി VS കഷ്ടപ്പെട്ടത് കണ്ടില്ലേ എന്ന്. രംഗത്ത് നിന്ന് ആളെ മാറ്റി നിർത്തിയാൽ ആ പ്രശ്നം ഒഴിവാക്കാം. മാത്രമല്ല, VSനെതിരെയുള്ള പ്രമേയ പരമ്പരയിലെ അടുത്തത് വരുമ്പോൾ വീണ്ടും ഫാൻസ് ചോദിക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ഇപ്പോഴും VS തന്നെ വേണമല്ലോ എന്ന്. അതും പുതിയ തീരുമാനത്തിലൂടെ ഒഴിവാക്കാം. കാരണം കളത്തിലിറങ്ങിയാൽ നന്നായി കളിക്കാൻ കാരണവർക്കറിയാം. കഴിഞ്ഞ തവണ നെയ്യാറ്റിൻകരയിലും അത് കണ്ടതാണല്ലോ.
ചെയ്യണം അത്രേ. ഇങ്ങനെയുള്ള ഒരു കാലുമാറ്റക്കാരനെ പേറാൻ ഇവിടെ ഒരു കോൺഗ്രസും UDF എങ്ങാനും കാലുമാറ്റക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ ഇതുവഴിയേ പോരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആന്റണിയും ഉമ്മൻചാണ്ടിയും കടയും തുറന്നിരിക്കുന്നത്. ഇന്നലെ ഇവിടെ വന്ന് പ്രസംഗിച്ച ഒരു മാന്യനുണ്ടല്ലോ, മാന്യൻ AK ആന്റണി. 2004 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു. കോൺഗ്രസിന് വലിയ ഇട്ടായെന്നു വട്ടത്തിലുള്ള 0. അന്നോടിയതാണ് ഇവിടെ നിന്ന് ഈ ആന്റണി. ഭാരതീയ ജനതാ പാർട്ടി മിസ്റ്റർ രാജഗോപാലിനെ ഇവിടെ ഈ മത്സരത്തിന്റെ ഇടത്തിൽ വല്ലതും കിട്ടുമോ എന്നറിയാൻ നിർത്തിയിട്ടുണ്ട്. മിസ്റ്റർ രാജഗോപാലും നിന്നിട്ട് പോട്ടെ. ഇതേ ഡയലോഗിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. വല്ല ഗിന്നസ് റെക്കോർഡും ലക്ഷ്യമിട്ടാണോ എന്നറിയില്ല രാജഗോപാൽ ഇങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്നത്. ഗവർണർ സ്ഥാനം പോലും കൊടുക്കാത്ത പാർട്ടിക്കും നാണം വേണ്ടേ എല്ലായിടത്തും മത്സരിക്കാൻ പോയി രാജേട്ടനെ വിളിക്കാൻ? രാജഗോപാലിന്റെ പേരും ഫോട്ടോയും താമരയും പ്രിന്റ് ചെയ്ത് കുറെ പോസ്റ്ററുകൾ BJP ഓഫീസിൽ റെഡിയാക്കി വച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത്. എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മണ്ഡലത്തിന്റെ പേര് മാത്രം അടിച്ചു ചേർത്താൽ മതി. രാജഗോപാലൻ മത്സരിക്കുക എന്നുള്ളൊരു പുതിയ കാര്യമല്ല. എവിടെ തെരഞ്ഞെടുപ്പുണ്ടോ അവിടെ രാജഗോപാലൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് രാജഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം ആരും ഒരു പുതുമയുള്ള സ്ഥാനാർത്ഥിത്വമായിട്ട് കാണുന്നില്ല. ഇടവേള കഴിഞ്ഞിട്ടാകട്ടെ ബാക്കി അംഗം. VS അച്യുതാനന്ദൻ അരുവിക്കര പോകാത്ത കാരണം അല്പം വിഷമത്തിലാണ്. പക്ഷെ കിട്ടുന്ന സമയം സാംസ്കാരിക മേഖലയിൽ ചെലവഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മനസ്സിന്റെ സംഘർഷങ്ങളും ദുഃഖങ്ങളുമൊക്കെ ചെറിയ തോതിലെങ്കിലും ഇല്ലാതാക്കാൻ ഈ എല്ലാ കലാരൂപങ്ങൾക്കും കഴിയും. സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയ്യും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഞാൻ പോയിരുന്നു. സാന്ദ്രമായ സംഗീതം കേൾക്കുമ്പോഴും ലാസ്യഭാവം നിറഞ്ഞു തുടങ്ങുന്ന നൃത്തചുവട് കാണുമ്പോഴുമൊക്കെ നാം അവാച്യമായ അനുഭൂതിയുടെ ലോകത്ത് എന്ന് എത്തപ്പെടുന്നു. കുടമാളൂർ സൈരന്ധ്രിയായി മാങ്കുളം ബൃഹന്തളയാ കുടമാളൂർ സൈരന്ധ്രിയായി മാങ്കുളം ബൃഹന്തളയായി ഹരിപ്പാട്ടു രാമകൃഷ്ണൻ വലലനായി ദുര്യോധന വേഷമിട്ടു ഗുരു ചെങ്ങന്നൂരു വന്നു വാരണാസിതൻ ചെണ്ടയുണർന്നുയർന്നു. വേദനിക്കുന്ന ആത്മാവിനുള്ള വേദന സംഹാരിയാണ് സംഗീതം എന്ന് മഹാത്മാ പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ടാണ്. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. അരുവിക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് നഷ്ടമായത് ഒരു ഉഗ്രൻ തെരഞ്ഞെടുപ്പ് പ്രവചനമാണ്. കേരളത്തിലെ യോഗേന്ദ്ര യാദവാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം വിരമിച്ചത് കേരളത്തെ നടുക്കിക്കളഞ്ഞു. ഞാനൊരു പ്രവചനം നടത്തുകയില്ല. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ കോമഡിയിൽ ആക്കാനാണ് നിങ്ങൾ പലർക്കും താല്പര്യം. സുധീരൻ ഇവിടെ നിന്ന് തോറ്റി ഒരു കോമഡി ആയില്ല. അതേ ജോസഫ് അവിടെ നിന്ന് തൊടുപുഴ തവിടുപൊടിയായി ഒരു കോമഡി ആയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഇത്ര സീറ്റേ കിട്ടൂ എന്ന് ഞാൻ പറഞ്ഞ് ഞാനും വക്കവുമായിട്ട് പന്തയം വെച്ച് ഞാൻ സ്വർണ്ണമോതിരം വക്കത്തിന് എൻ്റെ വീട്ടിൽ കൊണ്ട് നേടിച്ച്
എൻ്റെ കയ്യിൽ ഒരു കോമഡിയായില്ല. ചെങ്ങന്നൂർ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്നലെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരു കോമഡി വേഷം കെട്ടാൻ ഞാനില്ല. ചിലർ സ്വയം കൊമേഡിയന്മാരാകാൻ തീരുമാനിച്ചാൽ ഒരു മാധ്യമത്തിനും അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിയില്ല. ശബരിനാഥനെ പറ്റി തന്നെ വെള്ളാപ്പള്ളി 2 ദിവസങ്ങളിലായി പറഞ്ഞ കോമഡികൾ കേട്ടുനോക്കൂ. കാർത്തികൻ്റെ ഭാര്യയുടെ പുറകെ നടന്നിട്ട് അവർ സമ്മതിക്കാഞ്ഞിട്ട് അവസാനം മകൻ്റെ പുറകെ നടന്ന് സാധിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയെന്ന് പറയുമ്പോൾ UDF-ന് വന്നൊരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിക്കുക. അത് ഗതികേടെന്ന് ഞാൻ പറഞ്ഞില്ല. അവസാനം മകൻ്റെ പുറകെ നടന്ന് സാധിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയെന്ന് പറയുമ്പോൾ UDF-ന് വന്നൊരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിക്കുക. അത് KSUകാരാ പറഞ്ഞത്, ഞാൻ പറഞ്ഞു എനിക്കെന്നാ കാര്യം. അവസാനം മകൻ്റെ പുറകെ നടന്ന് സാധിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയെന്ന് പറയുമ്പോൾ UDF-ന് വന്നൊരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിക്കുക. അത് ഗതികേടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിലൊക്കെ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? പറയും മുമ്പ് രണ്ടാമതൊന്ന് ആലോചിച്ചാൽ കൊമേഡിയൻ ആകുന്നതിൽ നിന്ന് വെള്ളാപ്പള്ളിക്ക് തന്നെ സ്വയം രക്ഷിക്കാൻ കഴിയും. അവരെ ഒന്നും നിർത്താതെ കാർത്തികൻ്റെ മകനെ തേടി പിടിച്ച് 2 ഉദ്യോഗത്തിലെങ്ങാണ്ട് വടക്കെങ്ങാണ്ട് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഒരാളെ തേടി പിടിച്ചു കൊണ്ടുവന്ന് നിർത്തി എന്നുള്ളത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചുള്ള പ്രവർത്തകർക്ക് ഒരു നിരാശ സ്വാഭാവികമാണ്. മോശമല്ല, കണ്ടിട്ട് തന്നെ എങ്ങനെ തോന്നുന്നു? അല്ല കുഴപ്പമാണ്, ചെറുപ്പക്കാരനല്ലേ. മകൻ നിന്നാലും അത് തന്നെയല്ലേ പ്രശ്നം. ഈ മകന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യം? കോൺഗ്രസിൽ പ്രവർത്തിച്ചതായിട്ട് നമുക്കൊന്നും കേൾക്കുന്നില്ല. നിൽക്കണ്ടല്ലോ ഈ ബാർക്കോഴയുടെ അത് പറഞ്ഞ് ലൈവായിട്ട് നിൽക്കുമ്പോഴായി തിരഞ്ഞെടുപ്പ്. ഇതുമായിട്ട് പുലബന്ധം പോലും ഈ പയ്യനില്ല. കണ്ടാ ഒന്നുമില്ല. നിർത്താൻ ആളില്ലായിട്ടല്ല, നിൽക്കാൻ ആളില്ലായിട്ടല്ല. ഒരുപാട് കരുത്തന്മാരായ കോൺഗ്രസ്സിലെ ശക്തന്മാരായ പാരമ്പര്യമുള്ള ആളുകൾ കോൺഗ്രസ്സിലുണ്ട്. മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ, അത് പുള്ളിയുടെ അച്ഛൻ ചെയ്ത മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതാണ് അവിടെ ഇപ്പോൾ പ്രധാനമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. റോഡായാലും തോടായാലും എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ കോൺഗ്രസ്സുകാരനായ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ലേ. അതുകൊണ്ടല്ല പുള്ളി ഇപ്പോൾ പ്രാവശ്യം ജയിക്കണമെന്ന്, ഇത്രയും പ്രാവശ്യം ജയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം സാധാരണക്കാരൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർക്കൊക്കെ കിട്ടേണ്ട ഈ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് വർഷക്കാലം നടന്നിട്ടുള്ള പല കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആളുകൾക്കും അവർക്ക് അവസരം നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ സ്വാഭാവികമായും അവരുടേതായ പ്രയാസങ്ങൾ അവർ പറഞ്ഞുവെങ്കിലും തെറ്റു പറയാൻ സാധിക്കില്ല. മാണി സാറിന്റെ ബജറ്റ് അവതരണം പോലെ നടന്ന ഒരു പാലം ഉദ്ഘാടനം കൂടി കാണാം. ആലപ്പുഴയിൽ നടന്ന ഉദ്ഘാടനത്തിൽ പ്രശ്നമായത് പാലത്തിന്റെ ക്രെഡിറ്റ് ആണ്. പാലത്തിന്റെ എല്ലാ ക്രെഡിറ്റും ഇവിടെ ആരെങ്കിലും പരാമർശിച്ചപ്പോൾ AM ആരിഫ് എന്ന ഒരു വ്യക്തിയെ കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഈ പാലത്തിനെ കല്ലിട്ടാൽ നമ്മുടെ MLA-മാരെല്ലാം സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊതിഞ്ഞു പറഞ്ഞാൽ പോരാ. ആഘോഷിക്കാനുള്ള അവസരമാണ് ഇത്. ആഘോഷിക്കുക. ഐക്യ ജനാധിപത്യമുള്ള ഗവൺമെന്റ് വീണ്ടും ആവർത്തിക്കുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പൊതുമരാമത്ത് വകുപ്പ് ഇവിടെ തീരുന്നില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓർക്കുന്നുണ്ടാകും, 2013 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പുറത്ത് കൈക്കാട്ടുശ്ശേരിയിൽ വെച്ച് ഇതിന്റെ തറക്കല്ലിട്ട ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിച്ചു 6 മാസത്തിനകം നേരെകളവും മാക്കിക്കടവും പാലത്തിന് കല്ലിടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചെങ്കിലും ഒരു ഉണ്ടയും നടന്നില്ല എന്നതാണ് സത്യം. അപ്പൊ പ്രഖ്യാപനങ്ങളെല്ലാം നമുക്ക് വേണ്ട, എല്ലാവരുടെയും സഹകരണം വേണം. ഈ നാട്ടിൽ കുടിവെള്ള പദ്ധതി, ജപ്പാൻ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നത് AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് നിങ്ങൾക്കറിയാം. ആ കുടിവെള്ള പദ്ധതി തീരപ്രദേശങ്ങളിൽ എത്താതെ വന്നപ്പോൾ 60 കോടി രൂപ നബാർഡിൽ അനുവദിച്ച് പാസാക്കിയത് ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ്.
ഇത്തരം സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ലോകത്ത് ഇന്ന് ഒരേയൊരു നേതാവേ ഉള്ളൂ. അതാണ് ഉമ്മൻചാണ്ടി. കൂവിയവർ തോറ്റുപോകും. പിന്നെ അവർ ഉമ്മൻചാണ്ടിയുടെ ആരാധകരാകും. ഫെബ്രുവരി 2-ാം തീയതിയാണ് ഞാൻ തന്നെ ഈ പാലത്തിൽ ആർക്കലിട്ടത്. 2 കൊല്ലത്തിനുള്ളിൽ ഈ പാലത്തിന്റെ ഉദ്ഘാടനം നടത്താൻ സാധിച്ചു എന്നത് അത്ഭുതകരമായ നേട്ടമാണ്. നമുക്കിന്ന് ആവശ്യം മുദ്രാവാക്യമല്ല, നമുക്കിന്ന് ആവശ്യം രാഷ്ട്രീയമായ ചേരുവയല്ല, നമുക്കാവശ്യം ഇതുപോലുള്ള നിരവധി പരിപാടികൾ ഈ നാടിന് ആവശ്യമാണ്. അതെ, ഇതുപോലുള്ള പരിപാടികൾ തന്നെയാണ് നമുക്ക് ആവശ്യം. പക്ഷേ ഇപ്പോൾ പ്രധാന പരിപാടി അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പാണ്. ശേഷം നീയുള്ളോരോ മാളോരെയും തോന്നിപ്പിച്ച നീയേ നേതാവ്. അവിടെ ഒരു UDF MLA തന്നെ അവിടെ ഇപ്രാവശ്യം ജയിക്കും, അടുത്ത പ്രാവശ്യം ജയിക്കും. അതൊരു UDF-ന്റെ ഒരു മണ്ഡലം തന്നെ ആയിരിക്കും. മേലുധരിപ്പ് ചടപട ചങ്കുമിടിപ്പ് അടുത്തു കഴിഞ്ഞുവല്ലോ തിരഞ്ഞെടുപ്പ്. ആരു ഭരിക്കും നാടിനെ ആര് മുടിക്കും, തിരിച്ചും മറിച്ചും ഒരു നറുക്കെടുപ്പ്. വോട്ടെല്ലാം പെട്ടിയിൽ വന്നാൽ വോട്ടെണ്ണി പാസ്സായെന്നാൽ വാഗ്ദാനം ചാക്കിൽ കെട്ടി കാണാത്ത കോണിൽ തള്ളി മറച്ചു പിടിച്ചു ചിരിക്കും നീയും. തോൽക്കുവതെപ്പോഴും ആരാണ്? ആ വോട്ട് കൊടുക്കണ ജനമാണ്. നേതാവിനും ജേതാവിനും സ്വന്തം കാര്യം സിന്ദാബാദ്. കേരളത്തിൽ ജനങ്ങൾ ആകെ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ തുടക്കമായിട്ടാണ് ഈ അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ്. ശേഷം നീയുള്ളോരോ മാളോരെയും തോന്നിപ്പിച്ചാൽ നീയേ നേതാവ്. വായിൽ തോന്നും പോലെ വാഗ്ദാനങ്ങൾ നൽകി മായാജാലം കാട്ടുന്നോരാണെന്നും ജേതാവ്. വേരുപിടിച്ചവരെല്ലാരും നേരുമറച്ചവരാണല്ലോ. വോട്ടേറിയ സീറ്റേറിയ സ്വന്തം കാര്യം സിന്ദാബാദ്. അരുവിക്കരയിലെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. മുമ്പുള്ള വിശേഷങ്ങൾ മനോരമ news.com-ലും യൂട്യൂബിലും കാണാം. വീണ്ടും കാണുമ്പോൾ നന്ദി, നമസ്കാരം.